കുറെ PSC ലിസ്റ്റിൽ വന്നിട്ടും നിയമനം ലഭിക്കാതെ പോയ ഒരാൾ ജീവിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് പോലീസിൽ ചേരുന്നതാണ് കഥ. അവിടെ വെച്ച് PSC എങ്ങനെയും പഠിച്ച് സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനാവാനായിരുന്നു വർഗീസിന്റെ പ്ലാൻ. എന്നാൽ ഒരു ദിവസം വയനാട്ടിലെ ആദിവാസികളും മറ്റും വനം കയ്യേറി സമരം നടത്തുന്നതിനാൽ ഈ പോലീസുകാരോട് അവിടേക്ക് പോകാൻ പറയുന്നു. ഇവർ സമരം തുടങ്ങാൻ കാരണം സർക്കാർ അവർക്ക് സ്വന്തമായി വീടും സ്ഥലവും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു. എന്നാൽ അധികാരികൾ അതിന് തയ്യാറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നും ഒരു നീക്കം പോലും ഇതുവരെ ഇല്ലാത്തതുകൊണ്ട് ഇവർ സമരം വിട്ടു പോകാൻ തയ്യാറായില്ല. അങ്ങനെ ഇന്റേണൽ സെക്യൂരിറ്റിയുടെ പേരിൽ ഹാഷ് ടീമിനെയൊക്കെ അവിടെ ഇറക്കുന്നുണ്ട്. അതിലെ ഓഫീസർ പറയുകയുണ്ടായി, ഈ ആദിവാസികൾക്ക് സപ്പോർട്ട് നൽകുന്നത് മാവോയിസ്റ്റ് ആണെന്ന്. അതിനാൽ അവരെ തേടി കുറച്ച് പോലീസുകാരും ഹാഷ് ടീമും നാട്ടിലേക്ക് പോയി. അങ്ങനെ പോയ വർഗീസിന് ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ ഇവരുടെ കൂടെ പോയ ബഷീർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഹാഷ് ഉദ്യോഗസ്ഥനെയും കാണാതെയായി. ഇതിന്റെ പിന്നിൽ ആദിവാസികളാണെന്നായിരുന്നു വർഗീസിന്റെ സംശയം. അങ്ങനെ അതിലെ ഒരാളെ തല്ലി ചതക്കുന്നുണ്ട്. ആ സമയമായിരുന്നു കാണാതെ പോയ ഹാസ്റ്റ് ഉദ്യോഗസ്ഥനെ കണ്ടെത്തിയത്. പക്ഷേ ബഷീർ സാറിന്റെ ഒരു വിവരം പോലും ഉണ്ടായില്ല. അങ്ങനെ അടുത്ത ദിവസം വർഗീസും ടീമും അന്വേഷിച്ച് കാട്ടിലേക്ക് പോയപ്പോൾ ആരോ കൊന്ന ബഷീർ സാറിനെ ആയിരുന്നു അവിടെ കണ്ടത്. ബഷീറിനെ കൊന്നത് ആദിവാസികളും മറ്റുമാണെന്ന് പറഞ്ഞ് അവരെ ആക്രമിക്കാനായിരുന്നു പോലീസിന്റെ നീക്കം. എന്നാൽ വർഗീസിലൂടെ സത്യം പുറത്തു വന്നു. ആ ഹാസ്റ്റ് ഉദ്യോഗസ്ഥനായിരുന്നു ആ പോലീസുകാരനെ കൊന്നത്, അതും ഉയർന്ന പോലീസുകാരുടെ സമ്മതപ്രകാരം. ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ആ പേരിൽ ആദിവാസികളെ അടിച്ചു കൊല്ലാനായിരുന്നു. ആദിവാസികളെ പോലീസ് ആക്രമിച്ചപ്പോൾ വർഗീസ് തടയാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. അവിടെ വെച്ച് ആക്രമണത്തിൽ മരിച്ച ചെറിയ കുട്ടിയുടെ അടക്കം 5 പേരുടെ ബോഡി ഈ പോലീസുകാർ കത്തിച്ചു കളഞ്ഞിരുന്നു. അങ്ങനെ കോടതി ജഡ്ജിയോട് നടന്ന കാര്യം തെളിവ് സഹിതം കാട്ടി ആ പോലീസുകാരെ അടക്കം വർഗീസ് ജയിലിൽ കയറ്റുന്നുണ്ട്.